മലബാർ സൈഡിലെ ചായക്കടകളിൽ കാണുന്ന കൽമാസിൻ്റെ അതേ രുചിയിൽ നല്ലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം ഇന്ന്. നോമ്പ് സമയത്തും അല്ലാതെയും കഴിക്കാൻ പറ്റുന്ന ഈ പലഹാരം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആദ്യം തന്നെ എണ്ണ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ഇട്ട് മൂത്ത് വന്നതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും കൂടി ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂത്ത് വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴന്ന് വന്നതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത ഒരു സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഈ സവാളയും കൂടി നന്നായി വഴറ്റിയെടുക്കണം. സവാള കരിഞ്ഞൊന്നും പോകാതെ മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ സവാളക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി വഴറ്റി സവാള ഇതേപോലെ കളറ് മാറിയതിന് ശേഷം ഉപ്പും മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് വേവിച്ച ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം. ഇത് എല്ലില്ലാത്ത ചിക്കൻ വേവിച്ച് കൈകൊണ്ട് പൊടിച്ചെടുത്തതാണ്. വേണ്ടിക്കിൽ ഇത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ചിക്കനും സവാളയും കൂടി മിക്സ് ചെയ്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. 3/4 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് വേറെ അധികം മസാലകളൊന്നും ചേർക്കുന്നില്ല. എരിവിന് വേണ്ടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. മസാലകളെല്ലാം യോജിച്ച് ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഫ്ലെയിം സിമ്മിലാക്കി കുറച്ച് സമയം ഇത് അടച്ചും കൂടി വെക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 30 സെക്കൻഡ് അടച്ചു വെച്ചാൽ മതി. അപ്പോഴത്തേക്കും മസാല ചിക്കനിൽ നന്നായി പിടിച്ചിരിക്കും. 30 സെക്കൻഡൊക്കെ കഴിയുമ്പോഴത്തേക്കും അടപ്പ് തുറന്ന് ഇതൊന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്യണം. എരിവും ഉപ്പും കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് 1.5 ടേബിൾ സ്പൂൺ തേങ്ങ, ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകവും കൂടി ഇട്ട് ചതച്ച് മാറ്റി വെക്കാം. അരഞ്ഞു പോകാതെ ചതച്ചെടുത്താൽ മതി. ഇനിയൊരു പാത്രത്തിലേക്ക് 1.25 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന നേരിയ അരിപ്പൊടിയാണ്. ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ചതച്ച് വെച്ച തേങ്ങയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പും തേങ്ങയും എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇടിയപ്പവും പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മേടിക്കുന്ന നേരിയ അരിപ്പൊടിയാണിത്. ഇനി ഇത് കുഴച്ചെടുക്കാം. നന്നായി തിളച്ച വെള്ളം ഒഴിച്ച് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി. വെള്ളം ഒന്നിച്ചൊഴിക്കാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ഇത് കുഴച്ചെടുക്കാൻ. വെള്ളത്തിൻ്റെ അളവൊന്നും പറയാൻ പറ്റില്ല. ഓരോ അരിപ്പൊടിയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും വെള്ളത്തിൻ്റെ അളവ്. സ്പൂണ് കൊണ്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം ഇത് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചതാണ്. കൈയൊന്നും പൊള്ളാതെ ശ്രദ്ധിച്ച് വേണം കുഴച്ചെടുക്കാൻ വേണ്ടി. ഇതേപോലെ ഇത് സ്മൂത്തായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഓരോരോ ഉരുളകളാക്കിയെടുത്ത് ഒന്നുകൂടി നന്നായി ഉരുട്ടിയെടുത്ത് സാധാരണ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലത്തെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് വഴറ്റി മാറ്റി വെച്ച ചിക്കൻ ഫില്ലിംഗ് ഇല്ലേ, അതും കൂടി വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഒരുപാടൊന്നും വെക്കണ്ട, കുറച്ച് മാത്രം വെച്ചാൽ മതി. ഇനി വേണ്ടിക്കിൽ ഇത് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ഉന്നക്കായിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. നമുക്കിത് ഏത് ഷേപ്പിൽ വേണ്ടിക്കിലും ഉണ്ടാക്കിയെടുക്കാം. കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഞാനിതൊരു ഉന്നക്കായിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഇതിന് കറക്റ്റ് ഉന്നക്കായിൻ്റെ ഷേപ്പൊന്നും ആയില്ല, ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഇതേപോലെ വലിപ്പത്തിൽ ഉണ്ടാക്കണമെന്നൊന്നുമില്ല, ചെറുതായും വേണ്ടിക്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് വലുതാക്കി വേഗം ഉണ്ടാക്കിയെടുക്കുന്നതേ ഉള്ളൂ. കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ചെറുതാക്കി ഉണ്ടാക്കിയാൽ മതി. ഇതേപോലെ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ആവിപ്പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് വെന്ത് വരും. ഫ്ലെയിം മീഡിയത്തിലാക്കി വെച്ചാൽ മതി. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇളം ചൂടോടെ തന്നെ കഴിക്കാം. മലബാർ സൈഡിൽ കിട്ടുന്ന കൽമാസ് കഴിക്കുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ വേണ്ടി. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.